ശ്രീ രാജേഷ് അൽമാലി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടികൾ ഇന്ന് ആരംഭിക്കാം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥന. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ ഈ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി എഡ്വിൻ അരുൺ എന്ന കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു വേളയിൽ മരത്തിൽ നിന്ന് വീണ് മരണപ്പെടുകയുണ്ടായി. നമ്മൾ വിപുലമായിട്ടൊരു പരിപാടിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇത് ചുരുക്കി ചെറിയൊരു പരിപാടിയാക്കി സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് ഒരു നിമിഷം പങ്കാളികളാകാം. 1 മിനിറ്റ് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഡെയ്സി ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സഹസ്രീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 53ാമത് വാർഷിക ദിനാഘോഷവും രക്ഷകർത്തൃ സമ്മേളനവും നമ്മൾ നടത്തുകയാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. നമ്മളൊരു വർഷക്കാലം നമ്മുടെ അധ്യയന വർഷം നമ്മൾ പിന്നിടുകയാണ്. പഠന പ്രവർത്തനങ്ങളും കലാകായിക മത്സരങ്ങളും ദിനാചരണങ്ങളും അങ്ങനെ അനവധി പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ 10 മാസക്കാലം കടന്നുപോയത്. കുട്ടികൾ നേടിയ അറിവുകൾ വെറും മാർക്ക് വാങ്ങുന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ, നല്ല മര്യാദകൾ, നല്ല മൂല്യങ്ങൾ വച്ചു പുലർത്തുന്ന കുട്ടികളായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ നല്ല ശീലങ്ങളും ദോഷങ്ങളും എല്ലാം പഠിച്ച് വരുന്നത്. സ്കൂളിൽ വന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഇന്നത്തെ തലമുറ മറന്നു പോകുന്നുണ്ടോ എന്നതൊരു സംശയമാണ്. അപ്പോൾ വളർന്നു വരുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അധ്യാപകരെ ആദരിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിരൽ തുമ്പിലാണ്. അപ്പോൾ നിങ്ങൾ അറിവ് നേടുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവരുടെ സങ്കടങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. വളരെ മിടുക്കനായ കുട്ടിയാണ്, പഠനത്തിലൊക്കെ നല്ല നിലവാരം പുലർത്തുന്ന കുട്ടിയാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സങ്കടങ്ങളിൽ നമ്മൾ പോയി പങ്കുചേർന്നു. ഇനി ആ കുട്ടിക്ക് നമ്മുടെ കരുതൽ, ചേർത്ത് പിടിക്കൽ, സ്വാതന്ത്ര്യം, ഇതൊക്കെ ആ കുട്ടിക്ക് ആവശ്യമാണ്.
ഇനി തുടർന്നുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ ആ കുട്ടിയോടായിരിക്കും നിങ്ങൾ കഴിയുക. അപ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക, അവനാവശ്യമായിരിക്കുന്ന ആശ്വാസ വചനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ വാർഷിക ദിനത്തിൽ നിങ്ങൾ നന്മ ചെയ്യുന്ന കുട്ടികളായി എല്ലാ കുട്ടികളും തീരേണ്ടതുണ്ട്. അപ്പം കുഞ്ഞു കുട്ടികൾ ചോദിക്കും, എന്താണ് ടീച്ചറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് നന്മ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു നന്മയാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ സുശാന്ത് കെ തോമസ് നമ്മുടെ PTA പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ തിരക്കിൻ്റെ മധ്യത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ വന്ന് വരികയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ക്രമീകരിച്ച് ഒരു 10 മാസക്കാലം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് എനിക്ക് സാധിച്ചു. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ വാർഷിക ദിന യോഗത്തിൻ്റെ പേരിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ശ്രീ അനിമോൾ ജോസഫ് സീനിയർ അസിസ്റ്റന്റ് അവർകളെയാണ്. ടീച്ചറിനെയും വളരെ കാര്യക്ഷമമായി സ്കൂളിൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ ടീച്ചർ പങ്കാളിയാകുന്നു. മറ്റ് സ്കൂളിൻ്റെ എല്ലാ അക്കാദമിക പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ എല്ലാ വളർച്ചയിലും ടീച്ചർ കുട്ടികളോടൊപ്പം നിൽക്കുന്നു. ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയായി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ശ്രീ രാജേഷ് അടിമാലി അവറുകളെയാണ്. നമ്മുടെ ജില്ലയുടെ അഭിമാനമായ ജനപ്രിയ മിമിക്രി കലാകാരനും ഗായകനുമാണ് ശ്രീ രാജേഷ് അടിമാലി. കഷ്ടപ്പാടുകൾക്കിടയിലും കലയെ നെഞ്ചിലേറ്റി ഇദ്ദേഹം സ്റ്റേജ് ഷോകളിലൂടെ കൊച്ചിൻ മ്യൂസിക് ഡ്രീംസ് പോലുള്ള ഗാനമേള ഗ്രൂപ്പുകളിലൂടെയാണ് ശ്രദ്ധേയനായത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഞങ്ങൾക്ക് വന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രാജേഷ് അടിമാലിയെ ഈ വാർഷിക യോഗത്തിൻ്റെ പേരിലേക്ക്, സ്കൂളിൻ്റെ പേരിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ള മുഖ്യ പ്രഭാഷണം ഇതിനിവിടെ വരാമെന്നേറ്റിരുന്ന ശ്രീമതി ആനിയമ്മ ജോർജ് AEO അടിമാലി അവറുകളാണ്. ടീച്ചറിനും തിരക്കുകളുണ്ട്, വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ടീച്ചറിനെയും ഈ വാർഷിക യോഗത്തിലേക്ക് സ്കൂളിൻ്റെ പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സബ് ജില്ലാ വിജയികളെ ആദരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ KP സുകുമാരൻ മുൻ ഹെഡ് മാസ്റ്റർ അവറുകളെയാണ്. സാറും ഈ സ്കൂളിന് വേണ്ടി സാറിൻ്റെ സേവനവും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കാരണമായി തീർന്നിട്ടുണ്ട്. സാറിൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും വിളിച്ചാലും എല്ലാ പ്രോഗ്രാമുകളിലും സാറ് വന്ന് നമുക്ക് സഹകരിക്കാറുണ്ട്. സാറിൻ്റെയും ഈ യോഗത്തിലേക്ക് സ്കൂളിൻ്റെ പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീമതി ഗീത VK മുൻ ഹെഡ് മിസ്ട്രസ് അവറുകളെയാണ്. ടീച്ചറും നമ്മുടെ ഏത് പ്രോഗ്രാമിലും നമ്മോടൊപ്പം വന്ന് സഹകരിക്കുകയും നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ പിന്തുണകളും വന്ന് സഹകരിക്കുകയും ചെയ്യുന്ന അധ്യാപികയാണ്. ടീച്ചറിൻ്റെ സേവനവും ഈ സ്കൂളിന് മുൻകാലങ്ങളിൽ വളരെയധികം പുരോഗതിയും വളർച്ചയൊക്കെ സ്കൂളിന് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ടീച്ചറിൻ്റെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിഭാശാലികളായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ജോൺസൺ മാത്യു മുൻ ഹെഡ് മാസ്റ്റർ അവരുകളെയാണ്. സാർ കഴിഞ്ഞ വർഷമാണ് ഈ സ്കൂളിൽ നിന്ന് മകനീയമായ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. സാറിൻ്റെ സേവനത്തെയും ഞങ്ങൾ ഓർക്കുകയാണ്. സ്കൂളിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അക്കാദമികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളുടെ സ്കൂളിന് വേണ്ടിയ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. സാറിനെയും ഈ വാർഷിക യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്താമെന്ന് അറിയിച്ചിരിക്കുന്ന ശ്രീ VK കമലാസനൻ സാർ, KWES യൂണിറ്റ് പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ വാർഷിക യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ KP സുകുമാരൻ സാർ മുൻ ഹെഡ് മാസ്റ്റർ, സാറും മുൻപ് പറഞ്ഞതുപോലെ
സാറിൻ്റെ സേവനങ്ങളും ഇപ്പോൾ ഓർക്കുകയാണ്. സാറിനെയും ഈ വാർഷിക യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി അശ്വതി ഷാജി അവരുകളെയാണ് CRC കോർഡിനേറ്റർ. ടീച്ചറിനും ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ടീച്ചർ വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ടീച്ചറിനും ഈ വാർഷിക യോഗത്തിലേക്ക് സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ PK മോഹൻദാസ് സാർ, വിദ്യാഭ്യാസ വിചക്ഷണൻ. സാറും തിരക്കുകളുടെ മധ്യത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സാറിനെയും ഈ യോഗത്തിൻ്റെ പേരിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ EM ജോർജ്, മുൻ അധ്യാപകൻ, ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകനാണ്. സാർ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാറിനെയും ഈ വാർഷിക യോഗത്തിൻ്റെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള ശ്രീ സജി പോൾ അവറുകളെയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിൻ്റെ മധ്യത്തിലും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പരിപാടികളിലും വന്ന് സഹായിക്കുകയും വേണ്ട ആലോചനകൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ശ്രീമതി രമ്യ കലേഷ്, MBTA പ്രസിഡന്റ് അവരുകളെയാണ്. രമ്യയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വന്ന് അലങ്കാരങ്ങളും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോൾ വിളിച്ചാലും വന്ന് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും വന്ന് സഹകരിക്കുന്ന വ്യക്തിയാണ്. രമ്യയെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീമതി അജിമോൾ കൃഷ്ണൻ അവരുകളെയാണ്. SRG കൺവീനറാണ്. ടീച്ചറും ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും, പഠന കാര്യങ്ങളിലും, ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ടീച്ചറും വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു അധ്യാപികയാണ്. ടീച്ചറിനെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ അടുത്തതായിട്ട് ആശംസ അറിയിക്കാൻ എത്തിയിരിക്കുന്നത് മാസ്റ്റർ ഇവാൻ B അനീഷിനെയാണ്. സ്കൂൾ ലീഡറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ സമ്മാനദാനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന അധ്യാപകരെയാണ്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഈ യോഗത്തിന് കൃതജ്ഞത അറിയിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി താഹിറ MA, നമ്മുടെ സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചറും വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ പഠനത്തിലും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും ടീച്ചറിൻ്റെ സേവനവും നമുക്ക് വളരെ പ്രയോജനകരമാണ്. ടീച്ചറിനെയും ഈ വാർഷിക യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുകുട്ടികളെയാണ്. അപ്പോൾ നിങ്ങളില്ലെങ്കിൽ സ്കൂളില്ല, അധ്യാപകരില്ല. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. അപ്പോൾ ഇന്ന് കടന്നു വന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. അപ്പം കുഞ്ഞുങ്ങളെ ഈ യോഗത്തിലേക്ക് ടീച്ചർ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അവരും ക്ഷണം സ്വീകരിച്ച് അവരുടെ തിരക്കുകൾ ഒക്കെ മാറ്റിവെച്ച് കുഞ്ഞുങ്ങളുടെ പരിപാടികൾ കാണുന്നതിനും നമ്മുടെ പരിപാടി വിജയകരമാക്കുന്നതിനും അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ PTA അംഗങ്ങൾ, MBTA പ്രതിനിധികൾ, SMC അംഗങ്ങൾ, അവരൊക്കെയും ഇന്നലെ തൊട്ട് അവരുടെ സാന്നിധ്യം നമുക്ക് സ്കൂളിലുണ്ടായിരുന്നു. കിച്ചണിലാണെങ്കിലും പ്രവർത്തിക്കുന്നവർ, അതുപോലെ സ്കൂളിൻ്റെ അലങ്കാരങ്ങൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും അവർ വൈകുന്നേരം വരെ, ഞാൻ പോകുന്നത് വരെ അവരിവിടെ ഉണ്ടായിരുന്നു. അവരുടെ സേവനത്തെയും നന്ദിയോടെ ഓർക്കുന്നു. അവർക്കും ഈ വാർഷിക യോഗത്തിലേക്ക് എല്ലാ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം അവർക്കും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഉദ്ഘാടകൻ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ്, ഈ സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ടീച്ചർ അനുമോൾ ജോസഫ്, മുഖ്യപ്രഭാഷണം നടത്താമെന്ന് ഏറ്റിരുന്ന ശ്രീമതി ആനിയമ്മ ജോർജ് AEO, അതേപോലെ നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർമാരായിട്ടുള്ള ശ്രീ KP സുകുമാരൻ സാർ, ശ്രീമതി ഗീത ടീച്ചർ, ശ്രീ ജോൺസൺ മാത്യു സാർ, അതേപോലെ ഈ സമ്മേളനത്തിന് ആശംസകൾ നേരുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ VK കമലാസനൻ സാർ, ശ്രീ KP സുകുമാരൻ സാർ, ശ്രീ ജോർജ് സാർ, SMC ചെയർമാൻ സജി പോൾ, ശ്രീമതി രമ്യ കലേഷ് MBTA പ്രസിഡന്റ്, ശ്രീമതി അജിമോൾ കൃഷ്ണൻ SRG കൺവീനർ,
മാസ്റ്റർ ഇവാൻ വി ബിനീഷ് സ്കൂൾ ലീഡർ, പിന്നെ PTA MPTA SMC കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ, അധ്യക്ഷ പ്രസംഗത്തിനുള്ള സമയമാണ്. ഞാനൊരു ദീർഘമായ സമയമെടുത്ത് ഇവിടെ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങളെ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ കുട്ടികളെല്ലാം ഒരു അധ്യയന വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള യാത്രയിലാണ്. ഏറ്റവും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നേടുന്ന മേഖലയാണ് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ എന്ന് പറയപ്പെടുന്നത്. വീട് കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയാണ് LP സ്കൂളും അതേപോലെ തന്നെ പ്രീ പ്രൈമറിയൊക്കെ. നമ്മുടെ കുട്ടികളുടെ ചിന്ത രൂപപ്പെടുന്നത് വീടുകളിൽ നിന്നും അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ നിന്നുമാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം എന്നാൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ പരിശോധിച്ചാൽ വിദ്യാഭ്യാസം എന്നത് എഴുത്തും വായനയും പഠിക്കുക എന്നത് മാത്രമല്ല. വിദ്യാഭ്യാസം എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്താർജിക്കലാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ എഴുത്തും വായനയും പഠിക്കേണ്ട എന്നല്ല. എഴുത്തും വായനയും പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത കുട്ടികൾക്ക് ആർജിച്ചെടുക്കാനും വരും കാലഘട്ടത്ത് നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും സേവിക്കാനും നമ്മുടെ സമൂഹത്തെ കാണാതെ കടന്നു പോകുന്നവരല്ല, അവർക്ക് പിന്തുണ നൽകി മുൻപോട്ട് പോകുന്ന നല്ല പൗരന്മാരായി നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമാകുന്ന കുട്ടികളായി വളർന്നു വരുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ചെറുപ്പത്തിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടുമുറ്റത്തൊരു പുഷ്പം നിൽപ്പുണ്ടെങ്കിൽ കുട്ടി അതിനോട് സംസാരിക്കും. നമ്മുടെ പുഴയുടെ തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് മത്സ്യത്തോട് സംസാരിക്കും. നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും നമ്മുടെ മൃഗങ്ങളോട് സംസാരിക്കും. പണ്ട് ഇടശ്ശേരിയുടെ ഒരു കവിത എനിക്ക് ഓർമ്മ വരികയാണ്. തൻ്റെ കൊച്ചുമകനെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ആ കുട്ടികളെ പുറത്തിറക്കുന്ന സമയത്ത് കുട്ടിയോട് പറയുന്നുണ്ട്, നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, ശ്രേഷ്ഠർ അവരോട് യാത്ര ചൊല്ലു പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ എന്ന. കിളികളുടെ ഭാഷ കുട്ടികൾക്കറിയാം, കുട്ടികൾ അതുകൊണ്ട് അവരോട് സംസാരിക്കൂ എന്നാണ് കവി പറയുന്നത്. അതിനുശേഷം അടുത്ത ഭാഗം പറയുന്നത്, പോയി അല്പം വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്നപ്പാടെ പോയി മറഞ്ഞു നാനാ ജഗന്മനോ രമ്യഭാഷ. പോയി വന്നു കഴിയുമ്പോൾ, നമ്മൾ വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രകൃതിയുടെയൊക്കെ ഭാഷ മറന്നുപോകും. അപ്പോൾ വിദ്യാസമ്പന്നരായി കഴിയുമ്പോൾ നമ്മൾ മനുഷ്യരായി മാറുമ്പോൾ ഈ പ്രകൃതിയെയും ഈ കാണുന്ന നമ്മുടെ പൊതുസമൂഹത്തെയും നമ്മൾ ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം സഞ്ചരിക്കാനും നമുക്ക് കഴിയുന്നതാകട്ടെ വിദ്യാഭ്യാസം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ത്യാഗനിർഭരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് കലാരംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള അടിമാലിയുടെയും ഇടുക്കിയുടെയും സ്വന്തമായ ശ്രീ രാജേഷ് അടിമാലിയെ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗവൺമെൻറ് LP സ്കൂൾ ചേലച്ചിലൂടെ തുനിതരംഗം 2026 ഇപ്പം സ്കൂൾ വാർഷികവും രക്ഷാർത്ഥ ദിനവും കൂടിയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിൻസിപ്പളും PTA അംഗങ്ങൾക്കും ടീച്ചർമാർക്കും അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അടിമാലിക്കാരനാണ്. എപ്പോഴും അടിമാലി ഇല്ലയെന്നുള്ളൂ. പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളം ബേസ് ചെയ്തൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ പല സ്ഥലങ്ങളിലും ഈ ലോകം മൊത്തമൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സ്കൂളിലോ നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ ഒരു പള്ളി പെരുന്നാൾ നടക്കുന്നിടത്തോ കിട്ടുന്ന ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു കയ്യടിയൊന്നും വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. അത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് അത് കിട്ടുകയുള്ളൂ. ആ നാട്ടിലുള്ള ആളുകൾ നമ്മളെ അംഗീകരിക്കുകയും അറിയപ്പെടുമ്പോഴാണ് ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാളെ ഒരു ഇത് നമുക്ക് കിട്ടണത്. അപ്പം ഈ ഒരു സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ചെറിയ അനുഭവം പറയാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മൾ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചാൽ വന്നതെന്നുള്ളത്. എന്നെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് വേറെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. ഇല്ലാത്ത സമയത്ത് ഞാൻ എറണാകുളത്ത് വലിയൊരു ട്രൂപ്പ്, നമ്മളെല്ലാവരും സിനിമയിലുള്ള ദിലീപേട്ടൻ, കലാഭവൻ മണി എല്ലാവരും ഉണ്ടായിരുന്ന വലിയൊരു ട്രൂപ്പ്. ആ ട്രൂപ്പിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്കും ചെന്ന് എത്തണം എന്നുള്ളത്. അപ്പം ഞാൻ ആ ട്രൂപ്പിൽ ചെന്നെത്തി. അപ്പം
ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോകണമെന്നാണ്. അപ്പം ആ ട്രൂപ്പിൽ 10-20ഓളം ആളുകളുണ്ടായിരുന്നു. അതോടൊപ്പം അതിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തുടക്കക്കാരനാണ്, ഞാൻ ചെന്നുണ്ടായിരുന്നുള്ളൂ എറണാകുളത്തെ ട്രൂപ്പിൽ. ആ ചെന്ന സമയത്ത് ഒരു ട്രിപ്പ് വരികയാണ്, 1 മാസത്തേക്കുള്ള ട്രിപ്പ്. അപ്പോൾ എല്ലാവരോടും പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഇല്ലയെന്ന്. ഞാനന്നേരം പെട്ടെന്ന് നമുക്ക് പാസ്പോർട്ട് കിട്ടുന്ന ഒരിതുണ്ട്, അപ്പോൾ അതിൽ അപേക്ഷ വെച്ച് നമുക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടി. ആ പാസ്പോർട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഞാൻ തുടക്കക്കാരനായപ്പം എൻ്റെ പരിപാടി എന്ന് ഞാൻ കുറച്ച് ഗായകരെ വോയിസ് ചെയ്യാമെന്ന് മാത്രമാണ്. അപ്പം പിന്നെ നമ്മുടെ പരിപാടി കർട്ടൻ വലിക്കലും കെട്ടലും ഒക്കെ ആയിരുന്നു അവിടെ ട്രൂപ്പിൽ. അപ്പം അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് ഇവർക്ക് നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ കൊണ്ടുപോകാനൊക്കെ ഒരു ഇഷ്ടക്കുറവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങി അവർ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പാസ്പോർട്ട് കൊണ്ടു തട്ടെ എന്ന് പറഞ്ഞു. അതോടൊപ്പം എൻ്റെ പാസ്പോർട്ടും കൊണ്ടു കൊടുത്തു. എല്ലാവർക്കും വിസ അടിച്ചപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലുള്ള ആളുകളോടെല്ലാം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇന്ന ട്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പ്രോഗ്രാമിന് പോകാനുണ്ട്, വിമാനത്തിലാണ് പോകണമെന്നൊക്കെ പറയാണ്. കാരണം കാടിനോടും പുല്ലിനോടും കൂട്ടുകാരോടൊക്കെ പറയാണ്. ലാസ്റ്റ് ബാഗൊക്കെ തയ്യാറാക്കി ഞാൻ എറണാകുളത്ത് ചെന്ന് കഴിയുമ്പം എൻ്റെ മാത്രം വിസ അടിച്ചിട്ടില്ല. കാരണം എൻ്റെ പാസ്പോർട്ട് അവർ കൊടുത്തെങ്കിലാണ് എനിക്ക് വിസ അടിക്കുകയുള്ളൂ. എൻ്റെ പാസ്പോർട്ട് കൊടുത്തില്ല. എന്നോട് പറഞ്ഞു രാജേഷിന് വിസ കൊടുത്തിട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഞാൻ ആശംസയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നടന്ന് കുറച്ചിടം നടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് ബസ് കയറി വീട്ടിലെത്തി. അപ്പോൾ അമ്മ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വിസ അടിച്ചില്ല. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു നീ വിഷമിക്കണ്ട, എന്തെങ്കിലും കാലത്ത് നീ അവിടെ പോകാനുള്ളവരാണെങ്കിൽ വിമാനത്തിൽ കയറാനുള്ള കയറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് വന്നു ദുബായിക്ക്. ആ ഒരൊറ്റ ട്രിപ്പ് പോയ ശേഷം ഞാൻ 23ഓളം ലോക രാജ്യങ്ങളിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. ഞാനിത് പറയാൻ കാരണം അന്നേരം നമ്മൾ തളർന്നിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്നെപ്പോലെ ഒരു കലാകാരനോ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കില്ല. പിന്നെ ഏറ്റവും വലിയ അപ്പം ആ 21 രാജ്യങ്ങളിൽ പോയത് എൻ്റെ സ്വന്തം വാശിയായിരുന്നു. അപ്പോൾ അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും. നമുക്ക് എവിടെയെങ്കിലും തോറ്റുപോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പരാജയം സംഭവിച്ചാൽ നമ്മൾ ഒരിക്കലും പിന്മാറരുത്. അപ്പം നല്ല ശക്തിയോടുകൂടി നമ്മൾ അവിടെ എത്തണം എന്ന് തന്നെ വിചാരിക്കുക. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ അമൃത TV സംപ്രേഷണം ചെയ്ത സൂപ്പർ ഫാമിലി എന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ ഞാനായി. അതും എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം നമുക്ക് ഇടുക്കിയിലൊരു പേരുണ്ടാക്കിയെടുക്കുക. കാരണം ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. അപ്പം അതെൻ്റെ വൈഫ് എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ആ ഷോയിൽ. ഞങ്ങൾക്ക് കണ്ട് 20 ലക്ഷം രൂപയാണ് സമ്മാനം കിട്ടിയത്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വന്തം വാശിയും കഠിന പ്രയത്നമാണ്. അപ്പോൾ ഓരോ ആളുകൾക്ക് നാളെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് എവിടെയെങ്കിലും ഒരു പാഴ്ച പറ്റി കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് പിന്മാറരുത്. നിങ്ങളെല്ലാവരും ശക്തമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച വഴി കൂടെ തന്നെ പോവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയ ആശംസ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഗവൺമെൻറ് LP സ്കൂൾ ചേലച്ചൂട് ധ്വനിതരംഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി വാർഷിക റിപ്പോർട്ട് അവതരണമാണ്. അതിനായി നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് ടീച്ചർ അനുമോൾ ജോസഫിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വൈരമണി വേങ്ങാനം പ്രദേശങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളുടെ പഠനത്തിനായി 1971 സ്ഥാപിതമായ കുടിപ്പള്ളിക്കൂടം
1973 ഗവൺമെൻറ് അംഗീകൃത വിദ്യാലയമായി മാറി. ചേലച്ചോടിനും പരിസര പ്രദേശത്തും അക്ഷരദീപം പറഞ്ഞ് കർമ്മമാർഗം തെളിയിച്ച് ഇന്നും ജൈത്രയാത്ര തുടരുകയാണ് ഗവൺമെൻറ് LP സ്കൂൾ ചേലച്ചോട്. 53-ാം വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിക്കുന്ന വേളയിൽ 2025-26 വർഷത്തെ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ. അധ്യാപകർ 31/3/2025 സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ ജോൺസൺ മാത്യു വിരമിച്ച ഒഴിവിലേക്ക് 13/5/2025 GLPS കോളപ്ര സ്കൂളിൽ നിന്ന് പ്രമോഷനായി വന്ന ശ്രീമതി ഗ്രിഷ കെ ജോൺ ഹെഡ് മിസ്ട്രസ്സായി ചാർജ് എടുക്കുകയും ചെയ്തു. 3/6/2025 ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഗ്രിഷ കെ ജോൺ IHEPS കുളമാവ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവുകയും 4/6/2025 അതേ സ്കൂളിൽ നിന്ന് ശ്രീമതി ഡെയ്സി KJ HM ആയി പ്രമോഷനായി ചാർജ് എടുക്കുകയും ചെയ്തു. നിലവിൽ നമ്മുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായി തുടരുകയും ചെയ്യുന്നു. ശ്രീമതി അനിമോൾ ജോസഫ്, ശ്രീമതി അജുമോൾ കൃഷ്ണൻ, ശ്രീമതി താഹിറ MA, ശ്രീമതി ഓമന NB എന്നിവർ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അനധ്യാപകർ ശ്രീമതി സീനത്ത് TI മീനിയർ സ്റ്റാഫായും, ശ്രീമതി ശ്രീജ MS പ്രീ പ്രൈമറി ആയയായും, ശ്രീമതി പ്രിയ തോമസ് കുക്കായും, ശ്രീ ഷൈജു സ്കൂൾ വാഹന ഡ്രൈവറായും സേവനമനുഷ്ഠിച്ചു വരുന്നു. ക്ലാസ് ചുമതലകൾ ശ്രീമതി താഹിറ MA 1-ാം ക്ലാസ്സും, ഹെഡ് മിസ്റ്റർ ശ്രീമതി ഡെയ്സി KJ 2-ാം ക്ലാസ്സും, ശ്രീമതി അജുമോൾ കൃഷ്ണൻ 3-ാം ക്ലാസ്സും, ശ്രീമതി അനിമോൾ ജോസഫ് 4-ാം ക്ലാസ്സും വളരെ കൃത്യതയോടെ ക്ലാസുകൾ കൈകാര്യം ചെയ്തു വരുന്നു. PTA 13/6/2025 ചേർന്ന PTA യോഗത്തിൽ ശ്രീ സുശാന്ത് K തോമസ് PTA പ്രസിഡന്റായി തുടരുവാനും പഴയ കമ്മിറ്റി അംഗങ്ങൾക്ക് പകരം ശ്രീ ലിൻഡോ KP, ശ്രീ രതീഷ് KS, ശ്രീമതി സുനിത അനീഷ്, ശ്രീമതി സത്യ എന്നിവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. MBTA ചെയർപേഴ്സണായി ശ്രീമതി രമ്യ കലേഷിനെയും കമ്മിറ്റി അംഗങ്ങളായി ശ്രീമതി ജെസ്സി ബിനീഷ്, ശ്രീമതി സുപ്രിയ ബിജു, ശ്രീമതി റീന രജേഷ്, ശ്രീമതി ആര്യ അഭിലാഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു. SMC ചെയർമാനായി ശ്രീ സജി പോൾ, കമ്മിറ്റി അംഗങ്ങളായി ശ്രീമതി നീലു ആസാദ്, ശ്രീമതി സൗമ്യ സന്തോഷ്, ശ്രീമതി ജിൻസി രാജേഷ്, ശ്രീമതി സൗബത്ത് റഷീദ്, ശ്രീമതി ജ്യോതി അനിൽകുമാർ, ശ്രീമതി ആതിര അനീഷ്, ശ്രീ സിജു കരുണാകരൻ, ശ്രീ ജോൺസൺ ജോസ്, ശ്രീമതി നീതു ജിസ്, ശ്രീമതി ബിൻസി ഷിബു, ശ്രീ സരീഷ് VK, ശ്രീ ബിൻസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തത് ശ്രീ സുശാന്ത് K തോമസ് PTA പ്രസിഡന്റ്, ശ്രീ സജി പോൾ SMC ചെയർമാൻ, ശ്രീ റീന രജേഷ് MBTA അംഗം, വാർഡ് മെമ്പറായിരുന്ന സോയിമോൻ സണ്ണി നിലവിൽ വാർഡ് മെമ്പർ ശ്രീമതി കോമള ടീച്ചർ, ശ്രീമതി ഡെയ്സി KJ സ്കൂൾ HM, ശ്രീമതി അനിമോൾ ജോസഫ് അധ്യാപിക, ശ്രീമതി താഹിറ MA അധ്യാപിക, മാസ്റ്റർ ഇവാൻ V ബിനീഷ് വിദ്യാർത്ഥി പ്രതിനിധി, ശ്രീമതി പ്രിയ തോമസ് പാചക തൊഴിലാളി. സ്കൂളിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം വളരെ കൃത്യതയോടെ ചെയ്തു വരികയും ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു. SRG എല്ലാ വ്യാഴാഴ്ചയും സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേരുകയും പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്തയാഴ്ചത്തെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തു വരുന്നു. ക്ലാസ് PTA എല്ലാ ക്ലാസ്സിലും ക്ലാസ് PTA കൂടുകയും കുട്ടികളുടെ പഠന നിലവാരവും അവർ നേടേണ്ട ശേഷികളെക്കുറിച്ച് രക്ഷിതാക്കളുമായി ചർച്ച ചെയ്യുകയും ചെയ്ത് സമയബന്ധിതമായി ക്ലാസ് PTA നടത്തി വരുന്നു. ക്ലബ്ബുകൾ കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ ഗണിത ക്ലബ്, സയൻസ് ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്, ആർട്സ് ക്ലബ് എന്നിവ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രവേശനോത്സവം 2025-26 വർഷത്തെ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് തല പ്രവേശനോത്സവവും പ്രീ പ്രൈമറി വർണ്ണകൂടാര നിർമ്മാണ ഉദ്ഘാടനവും 2/6/2025 നടന്നു. നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ
ജോർജ് ജോസഫ് ആയിരുന്നു. നവാഗതർക്ക് സമ്മാന പൊതികളും മധുരവും നൽകി സ്വീകരിച്ചു. ദിനാചരണങ്ങൾ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചു. ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സംഘാടകരും അംഗങ്ങളും സ്കൂളിലെത്തുകയും ഫലവൃക്ഷ തൈകൾ നൽകുകയും അവ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഡെയ്സി KJ ഏറ്റുവാങ്ങുകയും ചെയ്തു. കുട്ടികൾക്കായി ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, കളറിംഗ് മത്സരം എന്നിവ നടത്തി. ജൂൺ 19 വായനാ ദിനം. PN പണിക്കർ ചരമദിനമായ ജൂൺ 19 വായനാ ദിനം കവി പരിചയം, ക്വിസ് മത്സരം, സ്കൂൾ ലൈബ്രറി പുസ്തക വിതരണ ഉദ്ഘാടനം, പുസ്തക പ്രദർശനം, പോസ്റ്റർ നിർമ്മാണം എന്നിവയോടെ ആചരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ബാഗ്, കുട എന്നിവ വാർഡ് മെമ്പറായിരുന്ന ശ്രീ സോയിമോൻ സണ്ണി സ്കൂൾ ഹെഡ്മിസ്ട്രസിന് കൈമാറി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ അവബോധന ക്ലാസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ഗവൺമെൻറ് ആയുർവേദിക് ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഞ്ജു വി ബിനോയ് ക്ലാസ് നയിച്ചു. ജൂലൈ 21 ചാന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മ പുതുക്കലായി ചാന്ദ്രദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. റോക്കറ്റ് മാതൃകാ പ്രദർശനം, പോസ്റ്റർ നിർമ്മാണം, കളറിംഗ്, ക്വിസ്, ഡോക്യുമെൻ്ററി പ്രദർശനം എന്നിവ നടത്തി. ഓഗസ്റ്റ് 8 ലോക സൗഹൃദ ദിനം. ലോക സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ അവർ നട്ടുവളർത്തിയ തൈകൾ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പരസ്പരം കൈമാറി. ഓരോരുത്തർക്കും ലഭിച്ച തൈകൾ വീട്ടിൽ കൊണ്ടുപോയി നട്ടുവയ്ക്കുകയും അവയെ പരിപാലിച്ച് വളർത്തിയെടുക്കുകയും ചെയ്യണമെന്ന് പ്രധാന അധ്യാപിക നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ 9:30 ഹെഡ്മിസ്റ്റർ ശ്രീമതി ഡെയ്സി KJ ദേശീയ പതാക ഉയർത്തി. വാർഡ് മെമ്പറായിരുന്ന ശ്രീ സോയിമോൻ സണ്ണി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ ജോൺസൺ മാത്യു ആശംസകൾ നൽകി. തുടർന്ന് റാലിയും നടത്തി. കുട്ടികൾക്ക് മധുര വിതരണം ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷത്തിൽ സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് PTA നേതൃത്വത്തിൽ സ്കൂൾ പരിസരം വൃത്തിയാക്കുകയും പച്ചക്കറിത്തോട്ട നവീകരണം നടത്തുകയും ചെയ്തു. ഹെഡ് മിസ്ട്രസ് ഗാന്ധി ജയന്തി സന്ദേശം നൽകി. ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ശരിയായ ഭക്ഷണശീലത്തെക്കുറിച്ച് കഞ്ഞിക്കുഴി PHSCയിലെ ജൂനിയർ നഴ്സ് ശ്രീമതി രമ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും നടന്നു. ബോധവൽക്കരണ ക്ലാസ്സിലും തുടർന്ന് നടന്ന ഭക്ഷ്യമേളയിലും രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. നവംബർ 1 കേരളപ്പിറവി. നവംബർ 1 കേരളപ്പിറവിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഭാഷാ പ്രതിജ്ഞ, ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം എന്നിവ നടത്തി. നവംബർ 14 ശിശുദിനം. നവംബർ 14 ശിശുദിനം വിവിധ പരിപാടികളോടെ വിപുലമായി ആചരിച്ചു. സ്കൂൾ ഗ്രൗണ്ട് ചുറ്റി റാലി, ശിശുദിന സന്ദേശം, മധുരപലഹാര വിതരണം, കുട്ടി നെഹ്റു മത്സരം എന്നിവ നടത്തി. പരിപാടിയിൽ രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. ഡിസംബർ 3 ഭിന്നശേഷി ദിനം. ഡിസംബർ 3 ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചിത്രരചന, കളറിംഗ് മത്സരം, ബോധവൽക്കരണ ക്ലാസ്, സ്കിറ്റ്, പ്രത്യേക അസംബ്ലി എന്നിവ സംഘടിപ്പിച്ചു. ഡിസംബർ 23 ക്രിസ്മസ് ആഘോഷം. ഡിസംബർ 23 വിവിധ പരിപാടികളോടെ വിപുലമായി ക്രിസ്മസ് ആഘോഷം നടന്നു. കുട്ടികൾക്കായി സമ്മാന ട്രീ, ക്രിസ്മസ് ഫ്രണ്ട്, കാർഡ് നിർമ്മാണം, കേക്ക് മുറിക്കൽ എന്നിവ നടത്തി. സന്ദേശം നൽകുന്നതിനായി മുൻ അധ്യാപകരും PTA പ്രതിനിധികളും പങ്കെടുത്തു. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം ടീച്ചർ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് മധുര വിതരണവും നടത്തി. ജനുവരി 30 രക്തസാക്ഷി ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി കൂടുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. സബ് ജില്ലാ മേളകൾ. അടിമാലി കൂമ്പൻമാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന 13, 14 തീയതികളിൽ വെച്ച് നടന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 23 കുട്ടികൾ പങ്കെടുക്കുകയും
പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മികവാർന്ന വിജയം നേടുവാനും സാധിച്ചു. പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കലാമേളയിൽ 5 കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്തു. ഇതര പ്രവർത്തനങ്ങൾ: ബോധവൽക്കരണ ക്ലാസ്. ജൂൺ 30 വർദ്ധിച്ചു വരുന്ന തെരുവ് നായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണം സ്കൂൾ അസംബ്ലിയിൽ നടത്തി. തള്ളക്കാനം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ നഴ്സ് രമ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ജൂലൈ 4-ാം തീയതി രാവിലെ 11-ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ബിജു ER നയിച്ചു. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ജൂലൈ 25-ന് ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ശ്രീമതി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് രാവിലെ 9:30-ന് സൂം പ്ലാറ്റ്ഫോമിലൂടെ ജില്ലാ കളക്ടർ നിർവഹിച്ചു. എല്ലാ അധ്യാപകരും ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തു. സ്കൂൾ സുരക്ഷാ കമ്മിറ്റി ജൂലൈ 28-ന് സ്കൂൾ സുരക്ഷാ കമ്മിറ്റി യോഗം ചേർന്ന് സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. യോഗത്തിൽ കഞ്ഞിക്കുഴി SI താജുദ്ദീൻ അഹമ്മദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീ ബിജു ER, ശ്രീ ഷാനവാസ്, ശ്രീമതി ആതിര രാജീവ് എന്നിവർ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഓണാഘോഷം 27/8/2025-ന് PTA നേതൃത്വത്തിൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ സദ്യ, ഓണക്കളികൾ എന്നിവ നടത്തി. ആഘോഷത്തിൽ വാർഡ് മെമ്പർ, മുൻ അധ്യാപകർ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ, രക്ഷിതാക്കൾ എന്നിവരുടെയും സാന്നിധ്യം ആഘോഷത്തിന് മാറ്റുകൂട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ: വർണ്ണക്കൂടാരം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് SSK മുഖേന 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരം പ്രോജക്റ്റ് നമ്മുടെ സ്കൂളിലും ലഭിച്ചു. അതിൻ പ്രകാരം 2025 മാർച്ച് 30-31 തീയതികളിൽ തൊടുപുഴയിൽ വെച്ച് നടത്തിയ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ഏപ്രിൽ 4-ന് പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയായ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ യോഗത്തിൽ ചേലച്ചൂടിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെ ഉൾപ്പെടുത്തി നിർമ്മാണ കമ്മിറ്റി, പർച്ചേസിംഗ് കമ്മിറ്റി, മോണിറ്ററിംഗ് കമ്മിറ്റി എന്നിവ രൂപീകരിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരത്തിന്റെ പണികൾ പൂർത്തിയാകുകയും 2026 മാർച്ച് 14-ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വർണ്ണക്കൂടാരം മനോഹരമായി പൂർത്തിയാക്കി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുക്കി കൊടുക്കുവാൻ ഈ പ്രോജക്റ്റിൻ്റെ ആദ്യ അവസാനം വരെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. SSK വഴി പ്രീ പ്രൈമറി കുട്ടികൾക്കായി സ്പോർട്സ് കിറ്റ്, TV, ടാബ്, പോർട്ടബിൾ ട്രോളി സ്പീക്കർ, വോയിസ് റെക്കോർഡർ, സാൻഡിസ്ക് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി സ്കൂൾ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്കൂളിലും ഉച്ചഭക്ഷണ പരിപാടി നടന്നു പോകുന്നത്. ആഴ്ചയിൽ 2 ദിവസം ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പാലും, ഒരു ദിവസം ബുധനാഴ്ച മുട്ടയും, ബുധനാഴ്ചകളിൽ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം സ്പെഷ്യലുകളും നൽകി വരുന്നു. എല്ലാ മാസവും 5-ാം തീയതി PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത്, SMC ചെയർമാൻ ശ്രീ സജി പോൾ എന്നിവരുടെ സഹായത്തോടെ കുട്ടികൾക്ക് ചിക്കൻ കറി നൽകി വരുന്നു. അതുപോലെ ബർത്ത്ഡേ സ്പെഷ്യലായി 20 ദിവസം കുട്ടികൾക്ക് നോൺ വെജ് നൽകാനും സാധിച്ചു. ഇതിനായി സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. തനത് പ്രവർത്തനങ്ങൾ: LSS അക്കാദമിക മികവിൻ്റെ വിലയിരുത്തലായ LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അടുക്കും ചിട്ടയുമായുള്ള പരിശീലനം നടത്തി വരുന്നു. പരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രത്യേക ക്ലാസ്സുകളും നൽകുന്നു. 4 കുട്ടികൾ ഇത്തവണ LSS പരീക്ഷ എഴുതുകയും പരീക്ഷാഫലം കാത്തിരിക്കുകയും ചെയ്യുന്നു. അസംബ്ലി ആഴ്ചയിൽ എല്ലാ ദിവസവും അസംബ്ലിയും വെള്ളിയാഴ്ച പ്രത്യേക ഇംഗ്ലീഷ് അസംബ്ലിയും നടത്തി വരുന്നു. ഓരോ ക്ലാസ്സിനും നൽകിയിരിക്കുന്ന അസംബ്ലി കുട്ടികൾ ഭംഗിയായും ചിട്ടയോടും കൂടി ചെയ്യുന്നതിൻ്റെ ഫലമായി കുട്ടികളിലെ സഭാകമ്പം ഒഴിവാക്കാനും സാധിച്ചു. ഓരോ ക്ലാസ്സുകാരും അസംബ്ലി മനോഹരമാക്കാൻ ശ്രമിച്ചത് പ്രത്യേക അഭിനന്ദനാർഹമാണ്.
ഈസി ഇംഗ്ലീഷ്, മധുരം മലയാളം. കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായി രാവിലെ 9 മുതൽ 9:30 വരെ ഈസി ഇംഗ്ലീഷ് എന്ന പരിപാടിയും എഴുത്തും വായനയും ഉറപ്പിക്കുന്നതിനായി മധുരം മലയാളം പരിപാടിയും മാറി മാറി നടത്തി വരുന്നു. ഇതുവഴി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും മുൻനിരയിലേക്ക് എത്തിക്കാനും സാധിച്ചു. എൻഡോമെന്റ്. ഈ വർഷത്തെ ആഷ്ലി മെമ്മോറിയൽ എൻഡോമെന്റിന് 3ാം ക്ലാസ്സിലെ അലീന ദേവസ്യ, ദേവതീർത്ഥ എന്നിവർ അർഹരായി. ബിനു ഗോപിത സ്മാരക എൻഡോമെന്റിന് 4ാം ക്ലാസ്സിലെ അനയ സിജു, വി ഐ ചാക്കോ എൻഡോമെന്റിന് 3ാം ക്ലാസ്സിലെ എവലീന സജോയും അർഹയായി. കെ പി സുകുമാരൻ സാർ ഏർപ്പെടുത്തിയ എൻഡോമെന്റിന് 4ാം ക്ലാസ്സിലെ ഏഞ്ചലിന പി വിയും അർഹയായി. വിനോദയാത്ര. 2025-26 അധ്യയന വർഷത്തെ പഠനയാത്രയിൽ രക്ഷിതാക്കളും കുട്ടികളുമായി 55 പേർ എറണാകുളം മെട്രോ, ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ, പുതുവൈപ്പിൻ ബീച്ച്, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവ സന്ദർശിച്ചു. ഇത് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. നന്ദിയുടെ ഒരു വാക്ക്. അക്കാദമിക പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് ഭൗതിക സാഹചര്യം ഒരുക്കി തരുന്ന സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ ഒരു മനസ്സോടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, DEO, AEO, മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നല്ലവരായ നാട്ടുകാർ, വ്യാപാരികൾ, സഹപ്രവർത്തകർ എല്ലാവരുടെയും നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ അധ്യക്ഷനും സ്വാഗതം ആശംസിച്ച ഹെഡ് മിസ്ട്രസ് പറഞ്ഞതുപോലെ വലിയൊരു ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മൾ GLPS ചേലച്ചോടും പങ്കുചേരുന്നു. പ്രാർത്ഥനയിൽ അവരെ കൂടി ഓർമ്മിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അടുത്തതായി സബ് ജില്ലാ വിജയികളെ ആദരിക്കലാണ്. അതിനായി നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ KP സുകുമാരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സ്കൂൾ വാർഷികത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സുശാന്ത് K. തോമസ്, വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ സിനി ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് അടിമാലി, ബഹുമാന്യയായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഡെയ്സി KJ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സീനിയർ അസിസ്റ്റൻ്റ് ശ്രീമതി അനുമോൾ ടീച്ചർ, ഇവിടെ എൻഡോമെൻ്റ് വിതരണം ചെയ്യുന്ന ബഹുമാന്യയായ മുൻ ഹെഡ് മിസ്ട്രസ് ഗീത ടീച്ചർ, പ്രതിഭാശാലികളായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ജോൺസൺ മാത്യു സാറ്, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാന്യനായ ശ്രീ കമലാസനൻ സാറ്, ഗീത ടീച്ചർ, ശ്രീമതി അശ്വതി ഷാജി CRC കോർഡിനേറ്റർ, മോഹൻദാസ് സാറ്, EM ജോർജ്, ശ്രീ സജി പോൾ SMC ചെയർമാന്, ശ്രീമതി രമ്യ കലേഷ് MPTA പ്രസിഡന്റ്, ശ്രീമതി അജിമോൾ കൃഷ്ണൻ SRG കൺവീനർ, സ്കൂൾ ലീഡർ മാസ്റ്റർ ഇവാൻ ബിനീഷ്, ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീമതി താഹിറ ടീച്ചർ, മറ്റ് ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ ഹെഡ് മിസ്ട്രസ് സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു കുട്ടികളൊക്കെ നല്ല നന്മയുള്ളവരായി വളരണമെന്ന്. നിങ്ങൾ നന്മയുള്ളവരായിട്ടാണോ വളരുന്നത്? ആണോ? എന്താണ് നന്മ? ഞാൻ ഒരു പാട്ട് പാടാം, അത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയണം അതിൻ്റെ അകത്ത് നന്മ എന്താണെന്ന് ഉണ്ട്, പുണ്യം എന്താണെന്നുണ്ട്. പറയുക. പരോപകാരമേ പുണ്യം, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം, പാപമേ പരപീഡനം എന്ന് പറഞ്ഞേ. പരോപകാരമേ പുണ്യം, ഒച്ചതി പറഞ്ഞേ. പരോപകാരമേ പുണ്യം,
പാപമേ പരപീഡനം. ഒന്നുകൂടെ പറയാം. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മറ്റാളുകൾക്ക് ഉപകാരം ചെയ്യുന്നതാണ് പുണ്യം, മറ്റാളുകളെ ദ്രോഹിക്കുന്നതാണ് പാപം. ഏത് വേദങ്ങളോ പുരാണങ്ങളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ സാരാംശം ഈ 2 വരികളിലുണ്ട്. നമുക്ക് അതൊന്നുകൂടെ പറഞ്ഞാലോ? പറയോ? പറഞ്ഞേ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. മറ്റുള്ളവരെ ദ്രോഹിക്കുമോ ഇനി? അപ്പോൾ ദ്രോഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നമ്മൾ നല്ല കുട്ടികളായി തീരും. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായി വളരുക. എല്ലാവർക്കും ഈ വാർഷികത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ചേലച്ചോട് സ്കൂളിൻ്റെ വാർഷികം വളരെ പണ്ട് മുതൽ ഈ നാടിൻ്റെ ഒരു ഉത്സവമായി മാറുകയാണ്. 2004 മുതൽ 2015 വരെ 11 വർഷം ഒരു പ്രഥമാധ്യാപകൻ എന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ വാർഷികം കൊണ്ടാടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കാണുക, പഴയ മുഖങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുക. ചില കുട്ടികൾ, ഞാൻ പഠിപ്പിച്ച വിട്ട കുട്ടികളുടെ കൊച്ചുമക്കൾ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുവാനും വീണ്ടും ഇവിടെ ഒത്തുചേരുവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഗീത ടീച്ചറും ജോർജ് സാറും ഞങ്ങളൊക്കെ ഒരു നല്ല കാലം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലം ചെലവഴിച്ചൊരു നമ്മുടെ ഏറ്റവും പുണ്യകരമായ ഒരു സ്ഥാപനമാണിത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വാർഷികത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നില്ല. ഇനി സബ് ജില്ലാ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയാണ്. വിജയികളായ ആളുകളെ, കുട്ടികളെ പ്രത്യേകിച്ചും അനുമോദിക്കുകയാണ്. 26 സബ് ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയും സബ് ജില്ലാ കലോത്സവ വിജയികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പേര് വിളിക്കുന്നതിനനുസരിച്ച് കുട്ടികൾ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. സയൻസ് ക്വിസ് എ ഗ്രേഡ് വൈഷ്ണവ് രതീഷ് ആൻഡ് ഹന ഫാത്തിമ PR. ഈ ബലൂൺ മാറ്റി ഓക്കെ സാറേ. റയാൻ S ആൻഡ് ആതിര KR. ആതിര KR. സയൻസ് കളക്ഷൻ B ഗ്രേഡ് അക്ഷയ് അനീഷ് അശ്വിൻ ബിജു. അശ്വിൻ ബിജു. സോഷ്യൽ സയൻസ് ചാർട്ട് A ഗ്രേഡ് വൈഷ്ണവ് രതീഷ് ദേവിക ബിജു. കുട്ടികളെല്ലാം, വിജയികൾക്ക് എല്ലാവരും നല്ല കയ്യടി കൊടുക്കേണ്ടതാണ്. വൈഷ്ണവ് രതീഷ്, ദേവിക ബിജു. സോഷ്യൽ സയൻസ് ആൽബം നിർമ്മാണം B ഗ്രേഡ് അഗസ്റ്റി M ജിതിൻ അശ്വാബിൻസ്. അഗസ്റ്റി M ജിതിൻ.
അശ്വാബിൻസ്. കയ്യടി കുറവാണ്. നമ്മുടെ സ്കൂളിൻ്റെ പേര് ഒരുപാട് ഉയർത്തി കാണിക്കുന്നവരാണ്. നല്ല കയ്യടികൾ കൊടുക്കേണ്ടതാണ്. ഗണിതശാസ്ത്രം നമ്പർ ചാർട്ട് എ ഗ്രേഡ് ഹന ഫാത്തിമ PR. ഗണിതശാസ്ത്ര പസിൽ B ഗ്രേഡ് ആലിയ സുമോൾ. ജോമെട്രിക്കൽ ചാർട്ട് B ഗ്രേഡ് അനയ സിജു. അടുത്തത് പ്രവൃത്തി പരിചയമേള പ്രൊഡക്റ്റ് യൂസിംഗ് കാർഡ് ആൻഡ് സ്ട്രോ ബോർഡ് A ഗ്രേഡ് എലാന രാജേഷ്. വേസ്റ്റ് മെറ്റീരിയൽ ഉൽപ്പന്ന നിർമ്മാണം A ഗ്രേഡ് ഇവാൻ വി ബിനീഷ്. പോട്ടറി പെയിന്റിംഗ് A ഗ്രേഡ് അക്ഷര ജയേഷ്. ഒറിഗാമി നിർമ്മാണം A ഗ്രേഡ് അക്നൽ മധു. എംബ്രോയിഡറി A ഗ്രേഡ് ജൈന MJ. പേപ്പർ ക്രാഫ്റ്റ് A ഗ്രേഡ് അനന്യ ഷിബു. ബീഡ്സ് വർക്ക് A ഗ്രേഡ് ആര്യനന്ദ ബിജു. വെജിറ്റബിൾ പ്രിന്റിംഗ് A ഗ്രേഡ് എവ്ലീന സജോ. ക്ലേ മോഡലിംഗ് B ഗ്രേഡ് ഏഞ്ചലീന PB. ഫാബ്രിക് പെയിന്റിംഗ് B ഗ്രേഡ് അഹാന മരിയ സജി. സബ് ജില്ലാ മത്സരങ്ങളിൽ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത സുകുമാരൻ സാറ് നന്ദി. അടുത്തതായി ഉപജില്ലാ കലോത്സവ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അതിനായി ഏവരുടെ അനുവാദത്തോടുകൂടി നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ രാജേഷ് അടിമാലിയെ ക്ഷണിക്കുന്നു. അഭിനയഗാനം മലയാളം A ഗ്രേഡ് ഇവാനിയ കെ രജീഷ്. അഭിനയഗാനം ഇംഗ്ലീഷ് A ഗ്രേഡ് റയാനസ്. പദ്യം ചൊല്ലൽ മലയാളം B ഗ്രേഡ്. കഥാകഥനം B ഗ്രേഡ് അഹാന മരിയ സജി. മാപ്പിളപ്പാട്ട് B ഗ്രേഡ് ഏഞ്ചലീന PB. ലളിതഗാനം B ഗ്രേഡ് അക്ഷര ജയേഷ്. സർട്ടിഫിക്കറ്റ് വിതരണം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. വിജയികൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി എൻഡോവ്മെൻറ്റ് വിതരണമാണ്. അതിനായി നമ്മുടെ മുൻ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഗീത ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും വാർഷിക ദിനാശംസകൾ. ഒരു വിദ്യാലയത്തിൻ്റെ ഏറെ ആഹ്ലാദകരമായ ദിനമാണ് ഒരു വർഷത്തിലെ അക്കാദമിക് ഇയറിൽ വാർഷിക ദിനം എന്നുള്ളത്. ആ ധന്യമായ ഈ ചടങ്ങിൽ ധന്യമാക്കാനെത്തിയിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, വാത്സല്യതയാളെ കുഞ്ഞുങ്ങളെ, ആദ്യം തന്നെ നിങ്ങളുടെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞത് നല്ല കുട്ടികളായിട്ട് അല്ലേ? നല്ല കുട്ടീനെ കാണാൻ ചന്തമുള്ള കുട്ടികൾ എന്നാണോ? ആണോ? അല്ലല്ലേ? അതായത് നല്ല മനസ്സുള്ള. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ ചെറുതായി ലഘൂകരിക്കാൻ, അടിസ്ഥാനപരമായി അതിനെ മാറ്റം വരുത്താൻ ഏറ്റവും പറ്റിയ സ്ഥലം LP സ്കൂളുകളാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം അല്ലേ? നമ്മളെല്ലാവരും വലിയവരും ചെറിയവരും ഒക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ചെറുപ്പകാലങ്ങളിൽ നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തിയാൽ എത്ര വലുതായാലും നമ്മളിൽ ആ നല്ല ശീലങ്ങൾ മാറില്ല. പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിൽ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തേണ്ടത് കുട്ടികളാണെങ്കിലും അതിന് നമ്മൾ വഴി കാട്ടിക്കൊടുക്കേണ്ടത് വലിയവരാണ്. അതായത് നമ്മുടെ മാതാപിതാക്കളും കുട്ടികളുടെ അധ്യാപകരും. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലും വിദ്യാലയത്തിലാണ്. പക്ഷെ വീട്ടിലുള്ളൊരു പഴയ കാലത്തെ പോലെയല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ പരിപാടിയിൽ കണ്ടതാണ്.
അതിലൊരാൾ പറയുന്നത്, നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പുറത്തിറങ്ങി അച്ഛനും അമ്മയൊന്നും കാണില്ല, എന്നാലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അപ്പോൾ കാണുന്ന മുതിർന്നവർ, അത് നമ്മുടെ ആരും ആയിരിക്കില്ല, ഒരു ബന്ധവും കാണില്ല, ഒരു പരിചയവും കാണില്ല, എന്നാൽ പോലും എടാ നീ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർ പറയുമായിരുന്നു. അത് പറഞ്ഞേച്ച് വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒന്നും പറയില്ല, കണ്ടോ അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് പറയും. എന്നാൽ ഇന്നാണെങ്കിലോ നമ്മുടെ പിള്ളേർ തന്നെ നോക്കിയാൽ മതി, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തേച്ച് വീട്ടിൽ ചെന്ന് പറയുക എന്നെ ഇങ്ങനെ ചെയ്തോ, ആഹാ നിന്നോട് അങ്ങനെ ചെയ്തോ, അല്ലെ നിന്നോട് അങ്ങനെ പറഞ്ഞോ, ഇതായിരിക്കും ആദ്യം മാതാപിതാക്കൾ ചോദിക്കുന്നത്, അല്ലേ? അത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ നല്ല കാര്യം ചെയ്താൽ മറ്റുള്ള പേരൻസിന് ഇന്നത്തെ കാലത്ത് ഒരു അസൂയാ മനോഭാവമാണ്. എന്നാൽ ആ കുട്ടി അത് ചെയ്തല്ലോ, അവർക്ക് നല്ലൊരു അവസരം കിട്ടിയല്ലോ, കണ്ടോടെ അത് നല്ലതായിരുന്നു, നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇന്ന് അതൊന്നും നടക്കുന്നില്ല. എന്തോ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കണം, അല്ലേ? ഇന്നുണ്ട് സ്വാതന്ത്ര്യദിനത്തിന് നമ്മൾ പറയും നമുക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, എന്ത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് പ്രവർത്തിക്കാനുണ്ട്. പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ സുഖത്തെയോ സന്തോഷത്തെയോ അവർക്കൊരു രീതിയിലുള്ള വേദനകളോ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യം ആയിരിക്കരുത്. അതെപ്പോഴും നമ്മുടെ സുഖത്തോടൊപ്പം അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരയണം. നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനും ആയിരിക്കണം. അതിപ്പം നമ്മൾ മാറ്റി പിടിച്ചിട്ടൊക്കെ കളിയാക്കി പറയണ്ട, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ അസുഖത്തിനായി വരണം എന്നല്ലേ? പക്ഷെ നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ പോലും അവരോട് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് പറഞ്ഞ് നമ്മളാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർക്ക് അതിൻ്റെ ശരിയും തെറ്റും അറിയാൻ പാടില്ല, ചെറിയ കുട്ടികൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഗുണപാഠ കഥകൾ, ബാലരമ, കളിക്കുടുക്ക, മിന്നാമിന്നി അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൊച്ചുപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലേ? വലിയ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ പുരാണ കഥകളൊക്കെ നല്ല ലളിതമായ പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് ഒരു വീട്ടിലും മുത്തശ്ശനും മുത്തശ്ശിയൊന്നുമില്ല. അതായത് അച്ഛനും അമ്മയും കൊച്ചുമക്കളും മക്കളും മാത്രം. അവർക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും തിരക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. ഈ മിന്നാമിന്നി കളിക്കുടുക്കി ഒന്നും ആരും കാണുന്നില്ല. എല്ലാ കൊച്ചുകുട്ടികളും ഇപ്പോൾ ഫോണും കൈ പിടിച്ചാണ് നടക്കുന്നത്. അമ്മമാർ പറയും കൊച്ചുകുട്ടികൾ ഇച്ചിരി അടക്കി ഇരുത്തണ്ടേ, അതിന് ഫോണും കൊടുത്ത് അവരവരുടെ പണിക്ക് പോവുക. അതിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ മാധ്യമത്തിൽ എന്തോ, അതായത് നല്ലതും വരാം ചീത്തയും വരാം. പക്ഷേ അതെന്താണ് അവർ ചെയ്യുന്നതെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർക്കത് കുറച്ച് നമ്മളങ്ങ് പോകുന്നു. പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന നല്ല ഗുണങ്ങളൊന്നും നമ്മുടെ ഇരിക്കുന്ന ഫോണോ അല്ലെങ്കിൽ ടി വിയോ ഇതൊന്നും നോക്കുന്നവർക്ക് വരില്ല. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഭാവന, ആ വായനയിലൂടെ നമ്മുടെ മനസ്സും, ഇപ്പോൾ ഒരു കാടിനെ കുറിച്ചാണെങ്കിൽ ആ കാട്ടിലേക്ക് നമ്മുടെ മനസ്സങ്ങ് പോകും. പക്ഷെ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു വനത്തിനാണെങ്കിൽ പോലും അതിൻ്റെ അത്രയും ഭാവന നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് മാത്രം എനിക്ക് പറയാനുള്ളത്, കൊച്ചുകുട്ടികളാണ്, അവർക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ അവർക്ക് നല്ല പാത കാണിച്ചു കൊടുക്കണം. അതായത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൂടുതൽ സമയം നമ്മൾ വായനയ്ക്ക് അവസരം കൊടുക്കണം. മറിച്ച് ടി വി കാണാനോ ഫോൺ കാണാനോ ഒന്നുമുള്ള സമയമല്ല. നല്ല നല്ല പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ. കൊച്ചുകുട്ടികൾക്കൊന്നും ദീർഘനേരം വായിക്കുന്ന പുസ്തകം കൊടുത്ത് അവർക്ക് ഇഷ്ടാവില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയോ വായിച്ചു കൊടുക്കുകയോ, ഒരു ദിവസം ഒരു കഥയൊക്കെ വായിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികളിൽ നന്മകൾ വരുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മൾ മറ്റുള്ളവർ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു കുട്ടി മോശമാണെങ്കിൽ, പഠിക്കാൻ മോശമാണെങ്കിൽ ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാവോ? അവിടുത്തെ സാറന്മാരെങ്ങും നോക്കുന്നൊന്നുമില്ല, അവിടുത്തെ അധ്യാപകരുടെ പഠിപ്പിക്കാൻ നല്ലതല്ല, അതുകൊണ്ട് അവൻ മോശമായിപ്പോയി. ഇനി വളരെ നല്ലതായി നല്ല മിടുക്കരായി പഠിച്ചു വന്നോ, അപ്പോൾ പറയുന്നത് എന്താണെന്നറിയാം? ഞാൻ നല്ലതുപോലെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ നല്ല മിടുക്കനായി. പക്ഷേ ഒരു കുട്ടി നന്നാകുന്നതിൽ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ഒരാളെ മാത്രം പ്രത്യേകത, എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് എല്ലാം യോജിപ്പിച്ച് നമുക്ക് ഈ കൊച്ചു കുട്ടികളെ നന്മയുടെ പാതയിലേക്ക് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. രക്ഷിതാക്കളായ നമ്മൾക്കും കുട്ടികളിൽ നമ്മുടെ സമൂഹത്തിനും ഒക്കെ ഉണ്ട്, അധ്യാപകർക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നമുക്ക് നല്ലൊരു നാളെ സ്വപ്നം കാണാം. സ്വപ്നം കാണുമ്പോഴേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ. അപ്പം നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കുട്ടികൾക്കും ഒപ്പം അവരുടെ മാതാപിതാക്കളും അധ്യാപകർക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻഡോമെൻ്റ് വിതരണമാണ്. ആ കുട്ടികളെ ഒപ്പം അനുമോദിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ആഷ്ലി മെമ്മോറിയൽ എൻഡോമെന്റ്, അലീന ദേവസ്യ,
ബിനു ഗോപിനാഥ് എൻഡോമെന്റ് അനയ സിജു. അനയ സിജു. വി ഐ ചാക്കോ എൻഡോമെന്റ് എവ്ലീന സജോ. നല്ല കയ്യടി കൊടുത്തേ. കെ പി സുകുമാരൻ എൻഡോമെന്റ് ഫോർ ബെസ്റ്റ് സ്റ്റുഡന്റ് ഏഞ്ചലീന പി ബി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പ്രൊവിഷ്യൻസി വിതരണം. അതിനായി നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ ജോൺസൺ മാത്യു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം 2 വാക്ക് ആശംസകൾ അറിയിച്ച് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. റിയോണ റോബിൻ എന്ന് പറയുന്ന കുട്ടി ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരിക. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് റിയോണ റോബിൻ. റിയോണെ അനുമോദിക്കുന്നതിനുകൂടി ഈ വാർഷികത്തിൽ അവസരം കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. ഈ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത് കെ തോമസ്, വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സിനി ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് അടിമാലി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സുകുമാരൻ സാറ്, ഗീത ടീച്ചർ, കമലാസനൻ സാറ്, MBTA പ്രസിഡന്റ് റിയോണ റോബിൻ, വിദ്യാലയത്തിൻ്റെ നട്ടെല്ലായി വിദ്യാലയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് ഡെയ്സി ടീച്ചർ, വിദ്യാലയത്തിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, നാട്ടുകാരെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ ചേലച്ചോട് ഗ്രാമത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിട്ടുള്ള ഈ അക്ഷരസൗധത്തിൻ്റെ 53ാമത് വാർഷിക സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, വാർഷികങ്ങളൊക്കെ എപ്പോഴും വിലയിരുത്തലുകളുടെ, ഓർമ്മകളുടെ അയവിറക്കലുകളുടെ സമയങ്ങളാണ്. വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൻ്റെ ആയാലും കുതിപ്പുകളുടെയും കിതപ്പുകളുടെയും വിശകലനം നടത്തുകയും പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി വിദ്യാലയത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ട ഊർജം സംഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന വേളയാണ് വാർഷിക വേള. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ പ്രയത്നങ്ങൾ, അവയെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വിവിധ മത്സരങ്ങളിൽ സമ്മാനം ലഭിക്കുന്നതിനുള്ള സന്തോഷകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ കലാപരമായിട്ട്, കായികപരമായിട്ടൊക്കെ നമ്മൾ നേടിയ നേട്ടങ്ങൾക്ക് നിങ്ങളെ ആദരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ഈ വാർഷിക വേള. എല്ലാവരും അതിനായിട്ട് കാത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് വലിയ ഒരു പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല. ഈ വാർഷികത്തിൻ്റെ തന്നെ പേര് ടീച്ചർ ഇട്ടിരിക്കുന്നത് ധ്വനി തരംഗ് എന്നാണ്. ധ്വനി തരംഗ് 2K26 എന്ന് പറയുന്നത് പരിപാടി തീർച്ചയായിട്ടും വലിയ ശബ്ദകോലാഹലങ്ങളുടെ ഒരു ഉത്സവമായിരിക്കും. അതിൽ പാട്ടിനും നൃത്തത്തിനുമൊക്കെയാണ് കൂടുതൽ പ്രസക്തി എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളുടെയും സമഗ്രവും സന്തുലിതവുമായിട്ടുള്ള വികാസമാണ്. നമ്മുടെ തലച്ചോറും ഹൃദയവും മനസ്സുമൊക്കെ വികസിക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ.
അപ്പോൾ എല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സന്തുലിതമായിട്ടുള്ള ഒരു വികാസം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ വിദ്യാലയം നിങ്ങൾക്ക് സഹായകമായി മാറണം. നമ്മുടെ ബുദ്ധിയുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുരുന്നുകളെല്ലാവരും. ബുദ്ധിയുള്ളവരൊന്ന് കൈപൊക്കാവോ? ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ഒന്ന് കൈ ഉയർത്തിക്ക്. ഇത്രയും വരെയുള്ള ബുദ്ധിയുള്ളവർ. ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ലേ? ഉണ്ട് അല്ലേ? കൊള്ളാം, മിടുക്കരാകട്ടെ. കൈ താഴെ ഇട്ടു. നല്ല മിടുക്കരാണ്, ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയും അറിവും ഒക്കെ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബുദ്ധിയും അറിവും ഒക്കെ നമ്മുടെ തലച്ചോറിൻ്റെ വികാസം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? തലച്ചോറിലാണ് ബുദ്ധി എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. തലച്ചോറിനെ മാത്രം വികസിപ്പിച്ചാൽ പോരാ, ഹൃദയത്തെയും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ഹൃദയത്തെ വികസിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ് നല്ല മനോഭാവങ്ങൾ ഉണ്ടാകുന്നത്, നല്ല മൂല്യങ്ങൾ വളരുന്നത്. ടീച്ചർമാരൊക്കെ പറഞ്ഞതുപോലെ നന്മ നിറയുന്നത് ഹൃദയത്തിലാണ്. അപ്പോൾ തലച്ചോറിനെയും ഹൃദയത്തെയും ഒക്കെ ഒരേപോലെ സന്തുലിതമായിട്ട് വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുട്ടികൾ നല്ല മിടുക്കരായിട്ട് ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. നന്നായി ഡാൻസ് കളിക്കണം, നന്നായി പാട്ട് പാടണം, നന്നായി പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല മിടുക്കരായിട്ട് നിങ്ങൾ വളർന്നു വരണം. അതാണ് ഈ വാർഷിക ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം. പിന്നെ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ഈ വിദ്യാലയത്തിൽ നിന്ന് കടന്നുപോയിട്ടുള്ള പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളെ ആദരിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഈ പ്രദേശത്തിൻ്റെയൊക്കെ അഭിമാനമായി മാറിയിട്ടുള്ള ഒരു കുട്ടിയെയാണ് ഞാനിപ്പോൾ വേദിയിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരുത്തിയിട്ടുള്ളത്. കുമാരി റിയോണ റോബിൻ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ത്രോ ബോൾ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ മത്സരിച്ച് വെങ്കല മെഡൽ നേടിയ അഭിമാന താരമാണ് കുമാരി റിയോണ റോബിൻ. റിയോണ റോബിനെ ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും വരുന്ന കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ റിയോണ റോബിൻ പങ്കെടുക്കുകയും കൂടുതൽ വിജയങ്ങളിൽ അതിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഒരു മത്സരാർത്ഥിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വാർഷികത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാടിൻ്റെയും നമ്മുടെ സ്കൂളിൻ്റെയും പേര് ഒരുപോലെ ഉയർത്തി നമ്മുടെ നാടിൻ്റെ യശസ് വാനോളം ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട റിയോണ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഏറ്റവും സ്നേഹത്തോടെ റിയോണയ്ക്ക് ആശംസകൾ നേരുന്നു. അതുപോലെ ഒരു വലിയ കയ്യടി നൽകിക്കൊണ്ട് റിയോണയെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. കുമാരി റിയോണ റോബിൻ നാഷണൽ ത്രോ ബോൾ മത്സരം വെങ്കല മെഡൽ ജേതാവ്. വെറും ജേതാവല്ല, നമ്മുടെ നാഷണൽ ലെവലിൽ പോയി വെങ്കല മെഡൽ നേടിക്കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ ഒരു അത്രയ്ക്ക് ഉയർത്തിയ നമ്മുടെ ഏറ്റവും അഭിമാനമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട റിയോണയ്ക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരും ഒരു നല്ല കയ്യടി നൽകി അവളെ ആദരിക്കുക. താങ്ക് യു ജോൺസൺ സാർ. ജോൺസൺ സാറിനെ ഒരിക്കൽ കൂടി ഒന്ന് ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പ്രൊവിഷൻസ് വിതരണമാണ്. പേര് വിളിക്കുന്നതനുസരിച്ച് കുട്ടികൾ സ്റ്റേജിലേക്ക് വരണം, സമ്മാനങ്ങൾ വാങ്ങണം. നമ്മുടെ 2025-26 അധ്യയന വർഷത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കുട്ടികളാണ്. LKG വിഭാഗം ആരോൺ ജെയിംസ്. ആരോൺ. UKG വിഭാഗം എഡ്വിൻ പോൾ ജോൺസൺ. സ്റ്റാൻഡേർഡ് 1 നിത്യ രതീഷ്. സ്റ്റാൻഡേർഡ് 2 സന റഷീദ്.
Standard 3, Evelina Sajo. Standard 4, Angelina PB. വിജയികളായ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. ജോൺസൺ സാറിനോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും. നമ്മുടെ ജോൺസൺ സാറ് വളരെ മനോഹരമായൊരു പ്രസംഗം കാഴ്ചവെച്ച് ഞാൻ എൻ്റെ ചിന്ത പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് പോയി. ബുദ്ധിമാന്മാരായ കുട്ടികൾ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ കൈ ഉയർത്തിയില്ല. അവർ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, അവർ മിടുക്കന്മാരായതുകൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്കെല്ലാം നമുക്കെല്ലാം ബുദ്ധിയും ചിന്താശേഷിയുമുണ്ട്. ബുദ്ധിയുള്ള കുട്ടികൾ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി പഠിക്കും. അവരത് സ്കൂളിൽ പരീക്ഷയ്ക്ക് എഴുതും, നല്ല മാർക്ക് മേടിക്കും, വിജയിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ, ഐസക് ന്യൂട്ടനെ പോലുള്ള ആളുകൾ സ്കൂളിലും കോളേജുകളിലൊന്നും വലിയ അധികമായിട്ട് പഠിക്കില്ലായിരുന്നു. പക്ഷെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിന്താശേഷിയാണ്. ഒരാപ്പിൾ മേളിൽ നിന്ന് തലയിലോട്ട് വീഴുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഞാനിവിടെ ഇരുന്നത് വീഴാൻ കണ്ടൊരു നേരം എന്ന് ചിന്തിക്കും. പക്ഷെ അതെന്തുകൊണ്ട് മേളിൽ നിന്ന് താഴോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്ന ചിന്താശേഷിയുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ബുദ്ധിയും ചിന്താശേഷിയുമുള്ള നമ്മുടെ ഈ പൊതുസമൂഹം കുട്ടികൾ നാടിൻ്റെ നന്മയ്ക്കായിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി ആശംസകളാണ്. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വി കെ കമലാസന സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ചേലച്ചൂട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവബഹുലമായ പ്രദേശമാണ്. ചുരുളികീരത്തോട് കുടിയിറക്കും കുടിയിരുത്തലും എല്ലാം നടന്ന കേരള ചരിത്രത്തിലെ സംഭവബഹുലമായ ഒരു പ്രദേശമാണ്. ഇവിടെ രണ്ടാമത് കുടിയിരുത്തലിനോടനുബന്ധിച്ച് ഈ സ്കൂള് രൂപീകരിക്കപ്പെട്ടു. ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് വെളിച്ചം വീശാൻ അത് ഏറെ ഉപകാരപ്രദമായി. അങ്ങനെ ഗവൺമെൻറ് സ്കൂളുകളിൽ വച്ച് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂള്, വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായ ഒരു സ്കൂള്, അത് ചേലച്ചുവടിൻ്റെ തിലകക്കുറിയാണ്. ഏറെ ശ്രദ്ധാർഹമായ രീതിയിലാണ് ഡെയ്സി ടീച്ചറിൻ്റെയും അതോടൊപ്പം സുശാന്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ, PTA നേതൃത്വത്തിൽ, MPTA നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. നല്ല പ്രവർത്തനങ്ങൾ. അടുത്ത ദിവസം വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. നമുക്കെല്ലാം ഒന്നിച്ചു കൂടാനുള്ള മനോഹരമായ ഓഡിറ്റോറിയം ഉണ്ടായി. കുട്ടികൾ കോഴി നടന്ന് കളിക്കാനുള്ള മുറ്റമുണ്ടായി. ഇനിയും കുറച്ച് സൗകര്യങ്ങൾ കൂടി നമ്മുടെ ഈ സ്കൂളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിലെ വാർഷികാഘോഷം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾക്കുമെല്ലാം പ്രത്യേകമായ ആശംസകൾ നേരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ സ്കൂളിനെ കാണുന്നതും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നതും. അപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികൾക്കെല്ലാം അടുത്ത വർഷം പുതിയ ക്ലാസ്സുകളിലേക്ക് ക്ലാസ് കയറ്റം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുവാനുള്ള എല്ലാ അന്തരീക്ഷവും നമ്മുടെ ഈ സ്കൂളിൽ സംജാതമാണ്. എല്ലാവർക്കും വാർഷികത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ SMC ചെയർമാൻ ശ്രീ സജീഷ് പോളിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷൻ PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുശാന്ത്, വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത
സിനി ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് അടിമാലി, ഹെഡ് മിസ്ട്രസ് ഡേസി ടീച്ചർ, മുൻ ഹെഡ് മിസ്ട്രസ് ഗീത ടീച്ചർ, ഹെഡ് മാസ്റ്റർമാരായിട്ടുള്ള PK മോൻ, സുകുമാരൻ സാറ്, ജോൺസൺ സാറ്, ആശംസ നൽകിയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചാരിറ്റബിൾ യൂണിറ്റ് പ്രസിഡന്റ് കമലാസൻ സാറ്, അതുപോലെ തന്നെ പ്രിയമുള്ള അധ്യാപകരെ, PTA MBTA കമ്മിറ്റി അംഗങ്ങളെ, MBTA ചെയർപേഴ്സൺ, പ്രിയമുള്ള മാതാപിതാക്കളെ, അധ്യാപകരെ, കൊച്ചുകുട്ടികളെ, ഈ വൈകിയ വേളയിൽ നീണ്ട ഒരു ആശംസാ പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് കുറേയേറെ പ്രസംഗം കേൾക്കാനല്ല എന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുക. രാജേഷ് അടിമാലിയെ കേൾക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും വേണ്ടിയാണ്. പാൽപ്പായസത്തിന് മുൻപേ കയ്പുനീര് നൽകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വാർഷികാഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോട് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ MBTA പ്രസിഡന്റ് ശ്രീമതി രമ്യ കലേഷിനെ ക്ഷണിക്കുന്നു. ഈ വാർഷികത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സുശാന്ത് തോമസ് അവർ, ഉദ്ഘാടനം ചെയ്ത രാജേഷ് അടിമാലി അവർ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ഈ സ്കൂളിൻ്റെ HM ഡേസി ടീച്ചർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അധ്യാപകരെ, കുട്ടികളെ, നമ്മൾ 53ാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ സ്കൂളിൽ ഒരുപാട് വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷം 14-ാം തീയതി ഭരണകൂടാരത്തിൻ്റെ ഉദ്ഘാടനം വളരെ നന്നായിട്ട് നടന്നു. ഒരു പാർക്കിലേക്ക് ചെല്ലുന്ന ഒരു ഉത്സാഹത്തോടു കൂടിയാണ് കുട്ടികളിപ്പോൾ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ ഒരുപാട് പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സ്കൂളാണിത്. നാഷണൽ ലെവലിൽ മെഡൽ ലഭിച്ച കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ എൻ്റെ മോള് 3 തവണ സ്റ്റേറ്റിൽ പോയി. അത് ഇവിടെ ടീച്ചർമാർ കൊടുത്ത പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് HM ആയിരുന്നു സുകുമാര സാറ്, ഗീത ടീച്ചർ, അവരൊക്കെ ഒരുപാട് സ്റ്റേജിൽ കയറാൻ പേടിച്ച് നിന്ന് അവളെ ഒരുപാട് പ്രോത്സാഹനം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം കലോത്സവത്തിനൊക്കെ സ്റ്റേറ്റ് വരെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികൾ, 4ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അവരൊരു 6 വർഷക്കാലം ഇവിടെ പഠിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ വേറെ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അവർക്കും പുതിയ സ്കൂളിലേക്കും ഇനിയുള്ള ഭാവി ജീവിതത്തിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ ടീച്ചർ അജിമോൾ കൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ 53ാം വാർഷികം ആഘോഷിക്കുന്നതിനാണ്. ഈ സമയത്ത് ഒരു ദീർഘമായ പ്രസംഗമോ ആശംസയോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കുട്ടികളെല്ലാവരും അടുത്തു തുടങ്ങിയിരിക്കുന്നു. കൂടാതെ അടുത്ത അവരുടെ പരിപാടികൾ നടക്കാനുണ്ട്. സമയത്ത് ആദ്യമായി തന്നെ നമ്മുടെ കുട്ടിയുടെ നമുക്ക് ഈയിടെ സംഭവിച്ചു പോയ ഒരു ദുഃഖം അത് ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി വളരെ ലൈറ്റായിട്ട് നടത്തി. എല്ലാവരുടെയും അതിന് എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും പിന്തുണ നൽകി. എന്നിരുന്നാൽ പോലും ഇവിടെ നമ്മളിപ്പോൾ ഈ നടത്തുന്ന നമ്മുടെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ്. അവരുടെ കഴിവുകൾ ഇങ്ങനെ വിളിച്ചറിയിക്കുന്നതിന് ഇത്തരം വേദികൾ എന്നും ഉപകാരപ്പെടും. നമ്മുടെ റിയോണയെ പോലെയൊക്കെ ഒരുപാട് പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനു മുൻപും നമ്മളിങ്ങനെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികളെ വീണ്ടും വീണ്ടും അങ്ങനെ വിളിക്കുവാനും നമുക്ക് കഴിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രിയപ്പെട്ട കുട്ടികൾക്കും വാർഷികത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ ലീഡർ ഇവാൻ ബി ബിനീഷ്.
വിശിഷ്ടത്തിലെ അധ്യാപകരെ മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷം ഇന്ന് ഇവിടെ നടക്കുകയാണ്. അറിവിൻ്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന രണ്ടാം വീടാണ് നമ്മുടെ വിദ്യാലയം. ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന വലിയൊരു വേദിയാണ് സ്കൂൾ വാർഷികം. ഇതിൽ പങ്കെടുക്കുക എന്നതാണ് പ്രാധാന്യം. ഈ വാർഷികാഘോഷം വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ സമ്മേളന പരിപാടികൾ അവസാനിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമതി താഹിറ മേൻ ടീച്ചറെ ക്ഷണിക്കുന്നു. വാർഷികാഘോഷ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ കോൺവൊക്കേഷൻ സെറിമണി, അവരുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഇപ്പോൾ നടക്കുക. തൊപ്പിയും ഗൗണുമൊക്കെ വെച്ച് നമ്മുടെ കുരുന്നുകൾ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. അവർക്കുള്ള സാക്ഷ്യപത്രം, സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഈ സെറിമണി ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ രാജേഷ് അടിമാലിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്.
വർഷത്തെ പഠനം പൂർത്തിയാക്കി പുതിയ തലത്തിലേക്ക് പോകുന്ന കുരുന്നുകൾക്ക് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അവരെ തയ്യാറാക്കിയ അധ്യാപകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ വാർഷികത്തിൻ്റെ അധ്യക്ഷൻ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സുശാന്ത് കെ തോമസ്, സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഡെയ്സി ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച സ്കൂളിൻ്റെ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി അനുമോൾ ജോസഫ്, നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സീനിയർ ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് അടിമാലി അവർകൾ, മുൻ വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, നമ്മുടെ ഈ പൊതുസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ചോറുണ്ണാനുള്ള സമയമായി എന്നറിയാം. ഈ അവസരത്തിൽ ഒരു നന്ദി പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ പരിപാടി മനോഹരമാക്കാൻ, ഈ പരിപാടിക്ക് വിജയം നൽകാൻ, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും എത്തിച്ചേർന്ന, ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ്, സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന സ്കൂളിലെ വ്യക്തിത്വമാണ് ശ്രീ സുശാന്ത് കെ തോമസ് അവർകൾ. അവർക്ക് ഈ സ്കൂളിൻ്റെ പേരിലും ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായ പിന്തുണ നൽകി ഞങ്ങളോടൊപ്പം നിന്ന് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച, അതിനുവേണ്ടി സഹായിച്ച, അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഡെയ്സി ടീച്ചറിന് ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഏവരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മിനി ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് അടിമാലി അവർകളെ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച മുൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സുകുമാരൻ സാറിനും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മുൻ ഹെഡ് മാസ്റ്റർ ഗീത ടീച്ചർക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് പോയ നമ്മുടെ മുൻ HM ശ്രീ ജോൺസൺ സാറിനും ഈ യോഗത്തിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കമലാസൻ സാറിനും ഈ യോഗത്തിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നീട് നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ SMC ചെയർമാൻ സജി പോൾ അവർകളാണ്. നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം മുതൽ അവസാനം വരെ നിന്ന് നമ്മളോടൊപ്പം നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾക്കെല്ലാം സഹായിച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ശ്രീ സജി പോൾ അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി MBTA ചെയർപേഴ്സൺ ശ്രീമതി രമ്യ കലേഷ് ഇന്നലെ മുതൽ നമ്മുടെ സ്കൂളിലെ ആഘോഷ പരിപാടികളിൽ ഡെക്കറേഷനും ക്ലീനിങ്ങും മറ്റ് കാര്യങ്ങൾക്കായി എത്തിച്ചേർന്ന നമ്മുടെ MBTA ചെയർപേഴ്സൺ ശ്രീമതി രമ്യ കലേഷിനും ഈ യോഗത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച SRG കൺവീനർ ശ്രീമതി അജിമോൾ ടീച്ചർക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ലീഡർ ഇവാൻ ബി ബിനീഷിനും ഈ വാർഷികാഘോഷത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ PTA, MBTA, SMC കമ്മിറ്റി അംഗങ്ങളാണ്. എല്ലാവരും ഇന്നലെ മുതൽ ഇവിടെ സജീവമായിരുന്നു. എത്തിച്ചേർന്ന, അതിന് സഹകരിച്ച മുഴുവൻ MBTA, PTA, SMC കമ്മിറ്റി അംഗങ്ങൾക്കും ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് ഈ വേദിയെ മനോഹരമാക്കുന്നത്. അവർ വിവിധ വേഷങ്ങളിലും താളത്തിലും പാട്ടിലും ഡാൻസിലും വിവിധ വേഷവിധാനത്തോടും കൂടി സ്റ്റേജിൽ കയറാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ പരിപാടികൾ
ഇവിടെ വളരെ ഭംഗിയായ രീതിയിൽ നടക്കുന്നതാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ പേരിലും വാർഷികാഘോഷത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഡാൻസിന് പ്രാപ്തിയാക്കിയ സ്കൂളിലെ നമ്മൾ നിയമിച്ച ശ്രീജ ടീച്ചർ, കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർക്കും ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പരിപാടി മനോഹരമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ വാർഷികത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടിക്ക് സ്റ്റേജ്, ലൈറ്റ്, സൗണ്ട് റെഡിയാക്കി തന്ന നമ്മളോടൊപ്പം സഹകരിച്ച ASB ചേലച്ചുവടിനും നമ്മുടെ സ്കൂളിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ വാർഷികാഘോഷത്തിന് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയിലെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെല്ലാം കൃത്യമായി നിർവഹിച്ച മുഴുവൻ കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് വൈകിട്ട് ചായയും കടിക്കുമുള്ള സംഭാവന നൽകിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം ടീച്ചർക്കും ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇവിടെ നടക്കുന്ന പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ വീഡിയോകളും ഫോട്ടോസും യൂട്യൂബിൽ ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ ഇടുന്ന നമ്മുടെ ജോൺസൺ സാറിന് ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ വാർഷികാഘോഷം വിജയകരമാക്കാൻ വേണ്ടി ചെറുതും വലുതുമായ രീതിയിൽ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാർഷിക സമ്മേളന പരിപാടി അവസാനിച്ചു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാജേഷ് അടിമാലിയുടെ പ്രോഗ്രാമാണ്. അതെല്ലാവരും കാണുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ചില സമയം അതിക്രമിച്ചു പോയി. അത് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കണം. കാരണം 11 മണിക്ക് ഇവിടെ വന്ന അദ്ദേഹം ഇപ്പം 1 മണിയാകാൻ പോകുന്നു. അപ്പോൾ പ്രോഗ്രാം അതിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയ അനുസരിച്ച് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കും നിർത്തുന്നു. നന്ദി, നമസ്കാരം.